നമസ്കാരം. ആയുർവേദം ഇന്ന് നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ രാജലക്ഷ്മി എം.ആർ. 2026 കാർത്തിക നക്ഷത്രത്തിൻ്റെ ഗുണദോഷ ഫലങ്ങളാണ് ഞാനിന്നിവിടെ പറയുന്നത്. 2026 കാർത്തിക നക്ഷത്രക്കാർക്ക് പൊതുവേ ഒരു അനുകൂല സമയം തന്നെയാണ്, അനുകൂല ഭാവങ്ങൾ തന്നെയാണ്. ഒത്തിരി കഷ്ടപ്പാടും ദുരിതങ്ങളും ഒന്നും ഉള്ളതായിട്ട് കാണുന്നില്ല. പിന്നെ എടുത്ത് ഇവർക്ക് പറയത്തക്ക ഒരു കാര്യമെന്ന് പറഞ്ഞാൽ കാര്യസാധ്യ വിജയങ്ങളുണ്ടാകും. ഏർപ്പെടുന്ന മേഖലകളിൽ കാര്യസാധ്യ വിജയം ഉണ്ടാകും. ഒരു ബിസിനസ് ആകട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ തുടങ്ങി വെച്ച എന്തെങ്കിലും ഒരു തൊഴിൽ മേഖലയാകട്ടെ, അതിലൊക്കെയും വിജയം തന്നെ കൈവരിക്കുന്നതായിട്ടാണ് കാണുന്നത്. എപ്പോഴും ആത്മനിയന്ത്രണത്തോടു കൂടി കാര്യങ്ങൾ വിശകലനം ചെയ്യണം. കാരണം ഒരു ഒരു തൊഴിൽ മേഖല ഏതാണെങ്കിലും അത് വളരെ ശ്രദ്ധാപൂർവം, വളരെ കരുതലോടെ നിങ്ങൾ ആലോചിച്ച് കാര്യങ്ങൾ തീരുമാനം എടുക്കാവുള്ളൂ. അതോടൊപ്പം തന്നെ നിങ്ങൾ ഏർപ്പെടുന്ന കർമ്മമേഖല ഗുണപ്രദം തന്നെയാണ്, എങ്കിലും വളരെ ശ്രദ്ധാപൂർവം, വളരെ ഉള്ളവരോട് പോലെ ആലോചിച്ചുറപ്പിച്ച് മാത്രമേ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാവുള്ളൂ. പെട്ടെന്ന് ചാടി ഒരു കാര്യത്തിന് തീരുമാനം എടുക്കരുത്. അതുവഴി നിങ്ങൾക്ക് അബദ്ധങ്ങൾക്ക് വഴിയൊരുക്കും. പിന്നെ നിങ്ങൾക്ക് ഒരു ബിസിനസ്സിലാണെങ്കിലും അത് എന്ത് കാര്യത്തിനാണെങ്കിലും നല്ല ഒരു പുത്രൻ്റെ അനുഗ്രഹം വഴി നിങ്ങൾക്ക് ആത്മനിയന്ത്രണവും മനോധൈര്യവും നിങ്ങൾക്കുണ്ടാകും. ആ പുത്രൻ നിങ്ങൾക്ക് അനുകൂല ഭാവത്തിൽ തന്നെ നിൽക്കും. മറ്റൊന്ന് പറയത്തേക്കെന്ന് പറഞ്ഞാൽ കുട്ടികളുടെ വിദ്യാഭ്യാസങ്ങൾ നല്ല മെച്ചമായിരിക്കും, സാമ്പത്തിക ഭദ്രത ഉണ്ടാകും. പിന്നെ എടുത്തു പറയത്തേക്ക് നിങ്ങളുടെ സൂക്ഷിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വാഹനത്തിൽ വളരെ സൂക്ഷിക്കണം. വാഹനങ്ങളിൽ നിങ്ങൾ യാത്ര ചെയ്യുമ്പോഴും വളരെ സൂക്ഷിക്കേണ്ട ഒരു കാലമാണ് ഈ 2026 നിങ്ങൾക്ക്. പുതിയ വർഷം ആരംഭത്തിലോ അവസാനത്തിലോ ഒന്നുമില്ല, ഈ വർഷം നിങ്ങൾ വളരെ ശ്രദ്ധാപൂർവം ആ വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും നിങ്ങൾക്ക്. പിന്നെ കൃഷി, കൂട്ടുകച്ചവടം, പങ്ക് കച്ചവടം, ഇതിലൊക്കെ നിങ്ങൾക്ക് ലാഭം പ്രതീക്ഷിക്കാം. അനുകൂല സമയം തന്നെയാണ്. വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വിദേശത്ത് പോകാനുള്ള അവസരത്തിന് വഴിയൊരുക്കും. പിന്നെ വിദേശത്ത് ജോലി നഷ്ടപ്പെട്ടവർക്ക് പുതിയതായിട്ട് വീണ്ടും നിങ്ങൾക്ക് ജോലി ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ഒരു ജോലി നഷ്ടപ്പെട്ട് വിഷമിക്കേണ്ട, നിങ്ങൾക്ക് പുനർനിയമനം ഉണ്ടാകും. പിന്നെ പഠിക്കുന്നവർക്കാണെങ്കിൽ ഉപരിപഠനത്തിന് സാധ്യതയുണ്ട്. പിന്നെ വിദ്യാർത്ഥികൾക്കും അനുകൂല സമയം തന്നെയാണ്. ഉദ്യോഗം വെയിറ്റ് ചെയ്യുന്നവർക്ക് ഉദ്യോഗം ലഭിക്കാൻ ഈ വർഷം അനുകൂല സമയമാണ്. വിവാഹം മുടങ്ങിയവർക്ക് വിവാഹം ഉണ്ടാകും. വളരെ മംഗളകാര്യങ്ങളൊക്കെയും നിങ്ങൾക്ക് നന്മ തന്നെ ഉണ്ടാകും. മംഗളകാര്യങ്ങളും ഭവനത്തിൽ നടക്കാനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ വളരെ ശ്രദ്ധാപൂർവം വേണം നിങ്ങളുടെ ചെയ്യുന്ന തൊഴിൽ മേഖലകളിലാണെങ്കിലും സാമ്പത്തിക ഇടപാടിലാണെങ്കിലും വളരെ ശ്രദ്ധാപൂർവം വേണം. പൈസ കൊടുക്കവാങ്ങലിൽ ശ്രദ്ധ പതിപ്പിക്കണം, അല്ലെങ്കിൽ അത് മുഖാന്തരം നിങ്ങൾക്ക് നഷ്ടം വരാനുള്ള സാധ്യതയുണ്ട്. എപ്പോഴും ധനപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെയും വളരെ ശ്രദ്ധ പതിപ്പിക്കുന്നത് നിങ്ങൾക്ക് വളരെ നല്ലതാണ്. പിന്നെ വീട്ടിലെ മാതാവിനോടനുബന്ധിച്ചുള്ള ബന്ധുജനങ്ങൾക്കൊക്കെ അടുത്ത രക്തബന്ധത്തിൽപ്പെട്ടവർക്കൊക്കെയും അസുഖങ്ങളൊക്കെ വരാതെയും ഒക്കെ ശ്രദ്ധിക്കണം. അസുഖം വന്നാലും ഭേദമാകും, എങ്കിലും അതിലൊരു ശ്രദ്ധ നിങ്ങൾ മുൻകൂർ പതിപ്പിക്കുന്നത് നിങ്ങൾക്ക് വളരെ നല്ലതാണ്. അപ്പം എല്ലാം കൊണ്ടും എങ്ങനെ ഒക്കെ നോക്കിയാലും കാർത്തിക നക്ഷത്രക്കാർക്ക് അനുകൂലമായ ഒരു സമയം തന്നെയാണ് ഈ 2026. എല്ലാ കാര്യങ്ങളിലും ഒരു ഈശ്വരീയമായ ചിന്തകളും ഈശ്വരീയമായ ഭജനങ്ങളും ഒക്കെ നിങ്ങൾക്ക് നല്ലതാണ്. സുബ്രഹ്മണ്യനെ കൂടുതലായിട്ട് ഭജിക്കുകയും സുബ്രഹ്മണ്യ ക്ഷേത്രം ദർശനം, ദേവാലയ ദർശനം നടത്തുന്നതൊക്കെ നിങ്ങൾക്ക് കാർത്തിക നക്ഷത്രക്കാർക്ക് അനുകൂലമായ സമയമാണ്. വ്യവസായം പുതിയതായിട്ട് തുടങ്ങാൻ ആരംഭിക്കുന്നവർക്കും നല്ല അനുകൂല സമയമാണ്. ജോലി നഷ്ടപ്പെട്ടവർക്ക് ഞാൻ പറഞ്ഞല്ലോ, അവർക്ക് വീണ്ടും ജോലി ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ഉപരിപഠനത്തിന് ചേരുന്നവർക്കും നല്ലതാണ്. ജോലിയിൽ ഉയർച്ച കിട്ടാൻ വളരെ നല്ലതാണ്. പിന്നെ നല്ല സുഹൃത്തു ബന്ധങ്ങൾ ഉണ്ടാവും. ആ ബിസിനസ്സിലും ഉയർച്ചയും മേന്മയും ഉണ്ടാകാൻ ഈ സുഹൃത്തുക്കൾ മുഖേന നിങ്ങൾക്ക് ഉത്തമ സമയമാണ്. കൃഷി, കൂട്ടുകച്ചവടം, പങ്ക് കച്ചവടം, ഇതിലൊക്കെ നന്മയെന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ സാമ്പത്തികമായിട്ടുള്ള ഇടപാടും സാമ്പത്തികം കൊടുക്ക വാങ്ങലിലും നിങ്ങൾക്കൊരു ശ്രദ്ധ വെക്കുന്നത് നല്ലതാണ്. എപ്പോഴും പിന്നെ കണക്ക് സൂക്ഷിക്കുന്നത് നല്ലതാണ്, അല്ലെങ്കിൽ ചോർച്ചകൾ നിങ്ങൾക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ഈശ്വരീയമായ ദേവാലയ ദർശനങ്ങൾ നടത്തുക. ദേവാലയങ്ങൾ ദർശനം നടത്തുന്നതോടൊപ്പം തന്നെ അതിന് തക്ക പ്രായശ്ചിത്തം, പൂജകൾ ഒക്കെ നിങ്ങൾക്ക് സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിൽ ചെയ്യുന്നത് വളരെ നല്ലതാണ്. സുബ്രഹ്മണ്യ നാമം ജപിക്കുന്നത് നല്ലതാണ്. ഷഷ്ടിവ്രതം നോക്കുന്നത് നല്ലതാണ്. ഷഷ്ടിയൊക്കെ നോക്കുന്ന ഈ കാർത്തിക നക്ഷത്രക്കാർക്ക് നല്ലതാണ്. പുതിയ വ്യവസായം തുടങ്ങുമെന്ന് ഞാൻ പറഞ്ഞില്ല. ആ വ്യവസായത്തിൽ നിങ്ങൾക്ക് ഉന്നമനമായ ഒരു വർഷമാണിത്. അതിൽ ലാഭം പ്രതീക്ഷിക്കാം. വളരെയേറെ ലാഭം നിങ്ങൾക്ക് ഉണ്ടാകും. നഷ്ടങ്ങൾ വളരെ കുറവായിരിക്കും, ലാഭങ്ങൾ തന്നെ കൂടുതലുണ്ടാകും. പക്ഷേ എപ്പോഴും ഇടപാടുകളിലോട്ട് നമ്മൾക്ക് കൂടെയുള്ള സുഹൃത്തുക്കളെ ആയാലും മറ്റുള്ളവരെ ആയാലും അമിതമായിട്ട് വിശ്വസിച്ച് പണകാര്യങ്ങൾ ഏൽപ്പിക്കരുത്. സുഹൃത്തുക്കളായിട്ട് ഈർഷ്യ ഉണ്ടാകാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ സുഹൃത്തുക്കളുമായിട്ടും ഉണ്ട്, വീട്ടിലും ഉണ്ട്. നിങ്ങളുടെ ഗൃഹത്തിലും നിങ്ങൾക്ക് അങ്ങനെ അസ്വാരസ്യങ്ങൾ ഉണ്ടാകാം. അപ്പോൾ അതുകൊണ്ട് സംസാരത്തിന് വളരെ നിയന്ത്രണം പാലിക്കണം, വർത്തമാനത്തിൽ. പിന്നെ കൂടുതലും നിങ്ങൾ കോപം വരുമ്പോൾ കോപം നിയന്ത്രിക്കുക. മൗനം കൂടുതലും ആചരിക്കുന്ന നിങ്ങൾക്ക്
മുന്നോട്ടുള്ള ഭാവിക്ക് ശ്രേയസ്കരമാണ്. അപ്പോൾ ഇതാണ് കാർത്തിക നക്ഷത്രക്കാരെ പറ്റി എനിക്ക് പറയാനുള്ളത്. അടുത്ത ദിവസം 2026 രോഹിണി നക്ഷത്രത്തിൻ്റെ ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളുമായിട്ട് നമുക്ക് കാണാം. അതുവരെ നന്ദി, നമസ്കാരം.